ഇന്ന് നടന്ന USS പരീക്ഷയുടെ സോഷ്യൽ സയൻസ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം. ഓരോ ഉത്തരത്തിലേക്കും എങ്ങനെയായിരുന്നു എത്തേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ എത്താമായിരുന്നു എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ വെച്ച് നടന്ന 13ാമത് ക്രിക്കറ്റ് വേൾഡ് കപ്പ്. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിനെ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചതാണ്. ക്രിക്കറ്റ് വേൾഡ് കപ്പും അതിനോടൊപ്പം ഖത്തർ ഫുട്ബോൾ വേൾഡ് കപ്പും രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ചോദ്യത്തിലേക്ക് കിടക്കാം. ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഏഷ്യൻ വൻകരയിൽ നിന്നും കളിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷനിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. കാരണം ആദ്യത്തെ ഓപ്ഷനിൽ ആഫ്രിക്ക എന്ന വാക്കുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് ആണെന്ന് നമുക്കറിയാം, അത് മറ്റൊരു വൻകരയാണ്, അപ്പൊ അതല്ല. രണ്ടാമത്തേത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, എല്ലാം പരിചിതമായ രാജ്യങ്ങൾ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, ഇന്ത്യയുടെ ചുറ്റുമുള്ളതാണ്, ഏഷ്യൻ വൻകരയിലുള്ളതാണ് എന്ന് ആലോചിക്കുന്ന ഒരു കുട്ടിക്ക് ഈ ഉത്തരത്തിലേക്ക് എഴുതാൻ സാധിക്കും. ഇനി അതേസമയം ഇവരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പത്രം വായിക്കുന്നവരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്നവർക്കും യാതൊരു സംശയമില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഇതെല്ലാം ഉത്തരം കറക്റ്റ് ചെയ്യും. പിന്നീട് ചിന്തിക്കേണ്ടത് മൂന്നാമത്തെ ഓപ്ഷനിലാണ് നെതർലാൻഡ്സ് എന്ന വാക്കുണ്ട്. നെതർലാൻഡ് എന്ന് പറയുന്നത് ഏത് കോണ്ടിനെന്റിൽ പെടുന്നത് അല്ല, ഏഷ്യൻ കോണ്ടിനെന്റിൽ പെടുന്നത് അല്ല. അടുത്തത് ഖത്തർ. ഖത്തർ എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് ടീം എവിടെ കളിച്ചതായിട്ട് നമുക്കറിയില്ല, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കളിച്ചതായിട്ട് അറിയില്ല. ദെയർഫോർ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും ബി. ഇതൊരു ലെവൽ മീഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് ഈസി ലെവലിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് ശരി അല്ലാത്ത പ്രസ്താവന. ശ്രദ്ധിക്കുക, ശരി അല്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ ആദ്യത്തേതിൽ ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ശരിയാണ്. ഭേദഗതികൾ അനുവദിക്കാത്ത ഭരണഘടന, അമെൻമെന്റിന് എന്തില്ല, പോസിബിലിറ്റി ഇല്ല, അത് തെറ്റാണ്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും അടങ്ങുന്ന പ്രമാണമാണ്, അത് ശരിയാണ്. എല്ലാ നിയമങ്ങൾക്കും അടിസ്ഥാനം ആയതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം, അത് ഈസി ലെവലിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായ കാലക്രമത്തിൽ ഉള്ള സെറ്റ് ചെയ്ത് നോക്കുക. ആദ്യത്തേത് ഉപ്പ് സത്യാഗ്രഹം 1930, ചമ്പാരൻ 1917. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ തെറ്റാണ്. മലബാർ കലാപം 1921, ഉപ്പ് സത്യാഗ്രഹം 1930, ജാലിയൻ വാലാബാഗ് 1919. അപ്പൊ ഈ ഓർഡർ തെറ്റാണ്. ചമ്പാരൻ 17, ജാലിയൻ വാലാബാഗ് 19, മലബാർ 21, ഉപ്പ് സത്യാഗ്രഹം 1930. ഓർഡറിൽ തന്നെയാണ് പോകുന്നത്, ദെർഫോർ ഇത് ശരിയാണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ്, മലബാർ കലാപം, ഈ ഓർഡർ തെറ്റാണ്. ചമ്പാരൻ, ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് 1919. അതിന് മുമ്പേ ഉപ്പ് സത്യാഗ്രഹം വരുമോ? ഇല്ല. അപ്പോ ഓപ്ഷൻ സി ആണ്. ഇതിനെയും ഈസി അല്ലെങ്കിൽ മീഡിയം എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയാൽ മതി, എന്തായാലും ഇത് ഹാർഡ് അല്ല. അടുത്ത ചോദ്യം, സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. അത് ഉറപ്പായിട്ടും ചോദിക്കും. ചോദിച്ചു, മാധ്യമങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നമ്മുടെ ശരിയല്ലാത്ത പ്രസ്താവനയാണ്. നമ്മുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കുന്നു, ശരിയാണ്. ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു, ശരിയാണ്. സാമൂഹിക വിരുദ്ധ പ്രവണതകളെ പുറത്തു കൊണ്ടുവരുന്നു, അതും ശരിയാണ്. വിരുദ്ധ പ്രവണതകളെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയിക്കുന്നു എന്നാണ്, അത് ശരിയാണ്. വിമർശനങ്ങൾക്ക് അതീതമാണ്, അത് അല്ല. ഓപ്ഷൻ ഡി ആണ്. ഇതും ഈസി എന്നുള്ള ലെവൽ ഉൾപ്പെടുത്താം. ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകൾക്ക് മീഡിയം എന്നുള്ള ലെവലിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ വർഷങ്ങൾ. ചമ്പാരൻ 17, ജാലിയൻ വാലാബാഗ് 19, മലബാർ 21, സൽ സത്യാഗ്രഹം 1930. അടുത്ത ചോദ്യം, മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള കാരണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണത്, ആക്ച്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള കാരണം, ജൈവാംശം കലരുന്നത് മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടും. തുടർച്ചയായ രാസവള പ്രയോഗം എന്ത് സംഭവിക്കും? മണ്ണിന്റെ ഫലപുഷ്ടി കുറയ്ക്കും. അപ്പം ഉത്തരം എത്തിക്കഴിഞ്ഞു, ബി. സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം മണ്ണിന് നല്ലതാണ്. ജലത്തിന്റെ സാന്നിധ്യം മണ്ണിന് നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. നല്ലതല്ലാത്തത് രാസവള പ്രയോഗം, ഇത് ഈസിയാണ്. പറങ്കിമാങ്ങ ഏത് വിദേശികളുമായി ബന്ധപ്പെട്ടാണ് ഇത് പേര്? പോർച്ചുഗീസ്, അതും ഈസിയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളിലൂടെ അല്ലാതെ നടക്കുന്ന പ്രവർത്തനം. അപ്പൊ സൗരോർജ്ജ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇൻസലേഷൻ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിൽ നമ്മൾ ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ വാക്കുകളെല്ലാം പഠിച്ചു. ഭ്രമണം നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഭ്രമണം അതായത് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഭൂമി കറങ്ങുന്നതിന് സൂര്യന്റെ ഊർജവും ലഭ്യതയും അല്ലെങ്കിൽ
സൗരോർജ ലഭ്യത എന്നല്ല അവിടെ ബാധകമല്ല. ഉത്തരം എ ആണ്. ഇതും ഈസി ലെവലിൽ ഉൾപ്പെടുത്താം. ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസപ്പെട്ടവർക്ക് മീഡിയം. ഇതുവരെ ശ്രദ്ധിക്കുക, ഇത്രയും ചോദ്യങ്ങൾ ഒരെണ്ണം പോലും ഹാർഡ് ആയിരുന്നില്ല. ജലത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഭൂമിയുടെ 2/3 ഭാഗവും ശുദ്ധജലമാണ്. ഇതൊന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റായി മാർക്ക് പോവും. കാരണം 2/3 ഭാഗവും ശുദ്ധജലമാണ്, തെറ്റാണ്. 2/3 ഭാഗം ജലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഓക്കെ. പക്ഷെ 2/3 ഭാഗം ശുദ്ധജലമാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഇതാണ് ഉത്തരം. 47 ആണ് ഉത്തരം. ആകെ ലഭ്യമായ ശുദ്ധജലത്തിന്റെ 1% മാത്രമേ മനുഷ്യന് നിത്യോപയോഗത്തിന് കിട്ടൂ. അത് ശരിയാണ്. ഭൂമിയിൽ ആകെ ലഭ്യമായ ജലത്തിന്റെ 3% ശുദ്ധജലമാണ്. അതായത് നമുക്ക് 2/3 ഭാഗം ജലമാണ്, അതിന്റെ 3% ശുദ്ധജലമാണ്. ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗം ധ്രുവങ്ങളിലും പർവ്വതങ്ങളിലും മഞ്ഞുകട്ടകളായിട്ട് ഉറഞ്ഞു കിടക്കുന്നു. അത് ശരിയാണ്. അപ്പൊ ഇത് ശരിയല്ലാത്ത പ്രസ്താവന 2/3 ഭാഗം ശുദ്ധജലമാണ് എന്ന് പറഞ്ഞതാണ്. 44 എ. 44 എയും വായിച്ച് മനസ്സിലാക്കുന്നവർക്ക് ഈസിയാണ്, അല്ലാത്തവർക്ക് മീഡിയം ലെവൽ. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ഈസിയാണ്. മതേതരത്വം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തതാണ്. അടുത്ത ചോദ്യം, അമർനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രം ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഇത് ഉത്തരം എഴുതാൻ കഴിയൂ. എങ്കിലും ജസ്റ്റ് ഒരു ഐഡന്റിഫൈ ചെയ്താൽ ഇത് ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി മീഡിയം ലെവലിൽ ഉൾപ്പെടുത്താം. പഠിച്ചിട്ടില്ല എങ്കിൽ ഹാർഡ് എന്ന് പറയുന്ന ലെവലിൽ ഉൾപ്പെടുത്തേണ്ടി വരും. അമർനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രം കുങ്കുമപ്പൂ കൃഷി, ഈ തീരസമതലം അതായത് കടലിനോട് ചേർന്ന് കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നതായിട്ട് എവിടെയെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. പിന്നെ ഉത്തരപർവ്വത മേഖലയാണ് ഉത്തരം. 45 ബി ആണ് ഉത്തരം. ഉത്തര മഹാസമുദ്രം കൃഷിക്ക് അനുയോജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നു, പക്ഷെ അവിടെ കുങ്കുമപ്പൂ കൃഷി ഇല്ല. അത് നമുക്ക് നെല്ല്, ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളാണ് വരുന്നത്. ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം, നമ്മളെ വി ഷേപ്പിൽ വരുന്നത്, ആ ഭാഗത്തും കുങ്കുമപ്പൂ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ കേട്ടിട്ടില്ല. അപ്പൊ ആൻസർ ഉത്തര പർവ്വത മേഖലയാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ പിന്നെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക, കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ജി കെക്ക് ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പൊ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്നു. ആ ഒരു കൺസെപ്റ്റില് ഉത്തരത്തിലേക്ക് എത്താം. വേണമെങ്കിൽ ഹാർഡ് എന്ന ലെവലിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഒരു ഈസി മീഡിയം ഹാർഡ്, അത് ഓരോരുത്തരും എങ്ങനെയാണോ പഠിച്ചത് അതിനനുസരിച്ചാണ് ആ ഒരു ടോപ്പിക്ക് വരുന്നത്. ഓക്കെ. അടുത്തത്, പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിൽ പെടാത്തത് പാരമ്പര്യ ഇതരം. ഒരു എളുപ്പവഴി പറഞ്ഞു തരട്ടെ. ഇതരം മീൻസ് EV എന്നാലോചിക്കുക. ഇതര വിഭാഗം അല്ലെങ്കിൽ ഈ മീൻസ് ഇലക്ട്രിക് വണ്ടി. ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലാത്തത്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി പ്രശ്നമില്ല, തിരമാലയിൽ നിന്നുള്ള വൈദ്യുതി പ്രശ്നമില്ല, സൗരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി പ്രശ്നമില്ല. പ്രശ്നം എന്ത് മാത്രമേ ഉള്ളൂ? കൽക്കരി കത്തിക്കുന്നത് പ്രശ്നമാണ്. അപ്പോ ഊർജ സ്രോതസ്സിൽ പെടാത്തത് പ്രശ്നക്കാരൻ ആരാണ്? ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായ? നെക്സ്റ്റ്, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ വന്നത്. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബസന്റുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ ആർമി. INA സുഭാഷ് ചന്ദ്രബോസുമായിട്ട്, രാജ് ബിഹാരി ബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 49 ബി ആണ് ആൻസർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് സൂറത്ത് സ്പ്ലിറ്റ് ആണ് വേണ്ടത്. സൂറത്ത് സ്പ്ലിറ്റ് പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആണ് ഈ ചോദ്യം. ഇതും ഈസി ആണ്. ഈസി മീഡിയം ആ ലെവലിൽ ഉൾപ്പെടുത്താം. അടുത്തത് അതും അതുപോലെ തന്നെയാണ് ഈസി മീഡിയം. മധ്യകാലഘട്ടത്തിലെ നവോത്ഥാനത്തിലൂടെ കൈവന്ന മാറ്റത്തിന് അനുയോജ്യം അല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുയോജ്യം അല്ലാത്തത്. മതകേന്ദ്രീകൃതമായ സാഹിത്യവും കലയും. അല്ല. 50 എ ആണ് ആൻസർ. മതകേന്ദ്രീകൃതമായ സാഹിത്യവും കലയുമായിരുന്നു? അല്ല. നവോത്ഥാനത്തിന്റെ സമയത്ത് മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു. ഹ്യൂമനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, മാനവികത എന്ന കൺസെപ്റ്റാണ് വരേണ്ടത്. പണ്ഡിത ഭാഷകളായി ഗ്രീക്ക്, ലാറ്റിനും ഉപയോഗിച്ചു. ശരിയാണ്. യുക്തിചിന്ത അന്വേഷണത്തിലേക്ക് വളർന്നു. ശരിയാണ്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണ, അത് എങ്ങനെ വരും? ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ധാരണ നവോത്ഥാനത്തിലൂടെ കൈവന്ന മാറ്റത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. ഇതും വരുമല്ലോ. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം. ഈ ചോദ്യം എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം? എനിക്ക് സംശയം വന്നേ. ഇത്ര അറിയാവുന്നവര് കമന്റ് ചെയ്യുക. എനിക്കിതിൽ സംശയം വന്നു. മധ്യകാലഘട്ടത്തിലെ നവോത്ഥാനത്തിലൂടെ കൈവന്ന മാറ്റത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന. പണ്ഡിത ഭാഷകളായി ഗ്രീക്കും ലാറ്റിനും ഞാൻ പറഞ്ഞതിൽ എന്തോ പ്രശ്നം പറ്റിയല്ലോ. ഓക്കെ, സോറി. ഉത്തരം സി ആണ്. 50 സി ആണ്. ഞാൻ ചോദ്യം വായിച്ചതിലുള്ള തെറ്റാണ്.
50C ആണ് ഉത്തരം. നവോത്ഥാനത്തിലൂടെ കൈവന്ന മാറ്റത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. അപ്പൊ ഇതെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. മതകേന്ദ്രീകൃതമായ സാഹിത്യവും കലയും മാറി, പഠിത ഭാഷകളായി ഗ്രീക്കും ലാറ്റിനും അത് മാറി, ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം മാറി, മാറാത്തത് ഏതേ ഉള്ളൂ അല്ലെങ്കിൽ പുതുതായിട്ട് വന്നത് യുക്തിചിന്ത അന്വേഷണത്തിലേയും വളർന്നു. അപ്പൊ ഇതാണ് ആൻസർ. സോറി, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ്. 50C ആണ് ആൻസർ. 50C. ഞാൻ ഈ ചോദ്യം ആദ്യമായിട്ടാണ് വായിച്ചത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം വായിച്ച് മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് ഈസി, മീഡിയം, ഹാർഡ് എന്ന ലെവല് വരുന്നത്. ഞാൻ തന്നെ വായിച്ചു, അത് തെറ്റി. അപ്പോഴത്തേക്കും കുട്ടികളുടെ അവസ്ഥയും ഒന്ന് ആലോചിച്ച് നോക്കുക. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. ഇതൊരു ചോദ്യം ഇങ്ങോട്ട് വരും. കേരളത്തിലെ തൊഴിലുറപ്പ് കൂലി എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 333 രൂപയാണ്. ചോദ്യം നമ്മൾ പോകുന്ന വഴിയിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഒരു കുട്ടിയുടെ സാമൂഹ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്ന ചില ശീലങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ഇത് സാമൂഹ്യ ബന്ധങ്ങളുടെ വികസനത്തിന് അനുകൂലമായ ശീലം. വികസനത്തിന് അനുകൂലമായതാണ്. സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ചു. നേരത്തെ മീഡിയ ചോദിച്ചു. ഇവിടെ വേറൊരു ഭാഗം ചോദിക്കുന്നു. സ്വന്തം പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ഇത് അനുകൂലമായ ശീലമാണ്. മറ്റുള്ളവരുടെ വിമർശനം ഇഷ്ടപ്പെടുന്നില്ല. സംഘപ്രവർത്തനത്തെക്കാൾ വ്യക്തിഗത പ്രവർത്തനം ഇഷ്ടപ്പെടുന്നു. ആഘോഷങ്ങൾ പങ്കെടുത്ത് സമയം കളയാറില്ല. ഇതൊന്നും വികസനത്തിന് അനുകൂലമല്ല. അനുകൂലമായത് എ മാത്രമാണ്. 52A. മലബാർ കലാപത്തിന്റെ ഭാഗമായി വാഗൺ കൂട്ടക്കൊല ദൃശ്യവൽക്കരിക്കുന്നു. വാഗൺ കൂട്ടക്കൊലയാണ് സംഭവം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോത്തന്നൂരിൽ എത്തി വാഗൺ തുറക്കുമ്പോൾ മരിച്ചവരിൽ മിതപ്രായരായ കുറെ മനുഷ്യർ. ശരിയാണ്. ബ്രിട്ടീഷുകാർ ബലമായി സമരക്കാരെ വാഴൽ കുത്തി നിറയ്ക്കുന്നു. ശരിയാണ്. കലാപകാരികൾ സായുധരായി പട്ടാളത്തെ എതിർക്കുന്നു. സായുധർ മീൻസ് ആയുധങ്ങളുമായി പട്ടാളക്കാരെ എതിർക്കുന്നു. പട്ടാളക്കാരെ എതിർത്തോ? ഇല്ല. മലബാർ കലാപത്തെ തുടർന്ന് പിടിച്ച ആൾക്കാരെയാണ്, കലാപകാരികളാണ് കുത്തി നിറച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ അവിടെ കലാപകാരികൾ സായുധരായി പട്ടാളക്കാരെ എതിർക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കലാപകാരികളെ ബ്രിട്ടീഷ് പട്ടാളക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെ ശരിയാണ്. 54B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 54B. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഝാൻസി എന്ന പ്രദേശം എവിടെയാണ്? ഝാൻസി എന്ന പ്രദേശം ഉത്തർപ്രദേശാണ്. അതില് ബീഹാറിൽ ആരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പുസ്തകത്തിൽ മാറിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഉത്തർപ്രദേശാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മൾ വർക്ക് ചെയ്ത ക്വസ്റ്റ്യനിലുള്ളതാണിത്. ഓക്കെ, ആൻസർ 53D ആണ്. ഒന്നാം ലോക യുദ്ധത്തിനെതിരെ സമാധാന ജാഥ നടത്തിയത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. ആ ടോപ്പിക് വായിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തത് വിദ്യാഭ്യാസമാണ്. ഒഴിവാക്കപ്പെട്ടത് സ്വത്താണ്. സ്വത്തവകാശം ഒഴിവാക്കപ്പെട്ടു നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് രീതിയിൽ? സ്വത്തിന്റെ കാര്യം മാത്രം. ഇതിനു മുമ്പേ എന്ത് ചോദിച്ചിട്ടില്ല? വിദ്യാഭ്യാസം കൂട്ടിച്ചേർത്തു എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ, തൊഴിലുറപ്പ് കൂലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. 333 രൂപയാണ് ഇപ്പോൾ. മാർച്ചിലാണ് ഇത് വർദ്ധിപ്പിച്ചത്. 333 രൂപ. താഴെ പറയുന്നതിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുണപരം ആവാൻ ഇടയല്ലാത്ത നടപടി. ഭക്ഷ്യസുരക്ഷയ്ക്ക് ഗുണപരം ആവാത്തത്. അതിന്റെ ആൻസർ C ആണ്. വൻകിട കച്ചവടക്കാർ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിക്കുന്നു. അവർ പിന്നെ അത് പൂഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വില കൂടും, മാർക്കറ്റിലേക്ക് എത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ സർക്കാർ സംഭരിച്ച പ്രശ്നം ഉണ്ടാവോ? ഇല്ല. പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെട്ട, റേഷൻ കടകളൊക്കെ മെച്ചപ്പെട്ട പ്രശ്നമില്ല. ഭൂമി കാർഷികേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് തടയുന്നത് നല്ല കാര്യമാണ്. കാർഷിക ഇതര ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പം പ്രോബ്ലം വൻകിട കച്ചവടക്കാർ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങി വെക്കുന്നതാണ് സംഭവം. ഓക്കെ, 51C. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചോദ്യങ്ങൾ 20 ചോദ്യം ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എണ്ണി നോക്കിയില്ല. 15 ചോദ്യങ്ങൾക്കാണ്